ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് കേട്ടോ. ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേയായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോസിലെ കണ്ടന്റ്സ് എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറേ നാളായിട്ട് ഒരു ഹെയർ ഡ്രയർ തിരഞ്ഞു നടക്കുകയായിരുന്നു കേട്ടോ. കാരണം പലപ്പോഴും നമ്മൾ പുറത്തു പോകാൻ നേരത്ത് കുളിയൊക്കെ കഴിഞ്ഞ സമയത്താണെങ്കിൽ ഹെയർ ഡ്രയർ ഇല്ലാതെ അതൊരു വൃത്തികേടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഹെയർ ഡ്രയർ തിരഞ്ഞു നടക്കുന്ന സമയത്താണ് എനിക്ക് ആമസോണിൽ ഈ ഒരു വോളിമൈസർ കാണാൻ ഇടയായത് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അഗാരോന്റെ ഹെയർ വോളിമൈസർ ആണ്. ഇതൊരു ഹെയർ ഡ്രയർ പ്ലസ് ഹെയർ സ്റ്റൈലിംഗ് ടൂൾ പ്ലസ് ഹെയർ വോളിമൈസർ ആണ് കേട്ടോ. അപ്പോൾ 3-in-1 യൂസ് ആണ് ഇതിനെ കൊണ്ടുള്ളത്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 1800 റേഞ്ചിലാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ഇതിന്റെ പല കളർ വേർഷൻസ് അവൈലബിൾ ആണ്. 3 കളർ വേർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഗോൾഡൻ പ്ലസ് ബ്ലാക്ക് എന്നുള്ള ഈ ഒരു വേരിയന്റ് ആണ്. അപ്പൊ ദാ ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സിംഗ് വരുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് തുറന്നു നോക്കാം. ഇങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ കൂടെ ഒരു മാനുവലും കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു മാനുവലും കൂടി ഇതിന്റെ അവൈലബിൾ. നല്ല ലോങ് ആയിട്ടുള്ള വയറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലും നമുക്കിത് യൂസ് ചെയ്യാം. പെട്ടെന്ന് പ്ലഗിന്റെ അടുത്ത് പോയിട്ട് തന്നെ നിന്ന് യൂസ് ചെയ്യണമെന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഇതിൽ സെറാമിക് കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തലയിലേക്ക് ഒട്ടും തന്നെ ഹീറ്റ് വരുന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല. ഹീറ്റ് എയർ ഡ്രൈയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തലയുടെ സ്കാൽപ്പിൽ ഹീറ്റ് വന്ന് ബേണിംഗ് സെൻസേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിൽ സെറാമിക് കോട്ടിംഗ് ആണ്. ഇതിന്റെ ബ്രിസിൽസ് വളരെ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഹെയറിന് ഡാമേജ് വരില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. പിന്നെ ഈ ഒരു ഹെയർ ഡ്രയർ പറയുകയാണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. കാരണം നമുക്ക് ഇതിന്റെ ഈ ഒരു സ്ട്രക്ചർ തന്നെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ നല്ലൊരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വയർ പറയുകയാണെങ്കിൽ ഇത് 360 ഡിഗ്രിയിൽ തിരിയുന്ന വയറാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലും പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡയറക്ഷനിൽ നമ്മൾ തിരിയേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ നമുക്ക് ഈ ഒരു സാധനം കൂടി യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനി ഹെയർ ഡ്രൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇത് നല്ലൊരു വോളിമൈസിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റും കൂടി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരേ ഹെയർ ഡ്രൈ തന്നെ 3-in-1 യൂസ് ആണ്. ഒന്നാമത്തത് ഹെയർ ഡ്രൈയിങ്, ദെൻ ഹെയർ വോളിമൈസിംഗ്, പിന്നെ ഹെയർ സ്റ്റൈലിംഗ് ടൂൾ. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് കേൾസ് ഇടാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്മൂത്ത് ചെയ്തിട്ട് അറ്റത്ത് കേൾസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു യൂസും കൂടി ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിന്റെ ഹീറ്റ്. അപ്പോൾ 3 അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിന് വരുന്നത്. ഇതാ ഈ താഴെ വരുന്ന ഈ ഒരു റൗണ്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു അഗാരോ ഹെയർ വോളിമൈസർ ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നമ്മൾ വെറ്റായിട്ടിരിക്കണം കേട്ടോ. വെറ്റായിരിക്കണം എന്ന് വെച്ചാൽ ഒരു സെമി വെറ്റായിട്ടുള്ള കണ്ടീഷനിൽ വേണം. നന്നായിട്ട് നനഞ്ഞ കണ്ടീഷനിൽ ഇത് ചെയ്യുന്നത് അപ്പൊ അത്രയ്ക്ക് എഫക്റ്റീവ് ആവില്ല. അപ്പൊ ഒരു സെമി ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ വെറ്റായിട്ട് വേണം നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറം കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ മുന്നേയായിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ നല്ലൊരു സിറം കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ യൂസേജ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്തിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം കാണാം. എൻ്റെ ഒരു ഹെയറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രിസി ആൻഡ് കേളി ആയിട്ടുള്ള ഒരു ഹെയർ ആണ്. വേവി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇവിടെ സെമി വെറ്റ് ആയിട്ടുള്ള ഹെയർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ കേൾസ് ഉണ്ട് കേട്ടോ. ഡ്രൈ ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ 2 പാർട്ടീഷൻ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് അറ്റ് എ ടൈം തന്നെ കുറെ വോളിയം ഓഫ് ഹെയർ നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് വളരെയധികം ഈസി ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏകദേശം ഒരു 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഭാഗത്തെ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് ആണ് കേട്ടോ ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. അപ്പൊ ഇനി 2 ഭാഗത്തും സിമിലർ മെത്തേഡ് തന്നെ നമുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ആക്ടിവേറ്റഡ് ചാർക്കോൾ ബ്രിസിൽസ് ആണ് ഈ ഒരു ഡ്രയറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹീറ്റ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് 24K ഗോൾഡ് സ്റ്റൈലിംഗ് സർഫസും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 സൈഡിലും ഹെയർ ഡ്രയർ ഹെയർ വോളിമൈസിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് കേട്ടോ.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ ഹെയർ ഡ്രൈയേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഫ്രിസി ആയിട്ട് തോന്നും കേട്ടോ ഹെയർ, അതുപോലെ തന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ഫീലിംഗേ വരില്ല. ഇത് ഭയങ്കര സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. അടുത്തൊരു വാഷ് വരുമ്പോഴാണ് ഇത് വീണ്ടും നമ്മളെ നോർമൽ ഹെയറിലെ ആ ഒരു ടെക്സ്ചറിലേക്ക് പോകുന്നത്. അപ്പൊ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗും ആണ്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോണിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.